വെൽക്കം ടു മൈ ക്ലാസ് റൂം ഐ ഷാൻ സ്പേസ്. നമുക്കിന്ന് പഠിക്കാനുള്ളത് 8ാം ക്ലാസ്സിലെ റീഡിംഗ് മാപ്സ് എന്ന ചാപ്റ്ററാണ്. ഭൂപടങ്ങൾ വായിക്കാം, കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ദ ചൈനീസ് എംബസി അറ്റ് ബെൽഗ്രേഡ് ഇൻ യൂഗോസ്ലാവിയ വാസ് ഡിസ്ട്രോയ്ഡ് ഇൻ an air bombing on 7th May 1999. 3 embassy officials were killed and 20 injured. China vehemently condemned the NATO airstrike. The following this NATO military chiefs expressed regret on their error. The mission had misfired as they were using a map that had not been updated. It was said in the apology that they were unaware of the Chinese embassy functioning where the Belgrade military station used to be. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ബോംബ് ആക്രമണത്തിലുണ്ടായ പിഴവും അതിൻ്റെ കാരണവുമാണ് ഇവിടെ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ 1999 മെയ് മാസം 7-ാം തീയതി യൂഗോസ്ലാവിയയിലെ ബെൽഗ്രേഡിലുള്ള ചൈനീസ് നയതന്ത്ര കാര്യാലയം ബോംബ് ആക്രമണത്തിൽ തകർക്കപ്പെട്ടു. അപ്പോൾ അവിടെ കുറച്ച് നാശനഷ്ടങ്ങളുണ്ടായി. അപ്പോൾ ഈ സംഭവത്തിൽ ചൈന കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയും നാറ്റോ വ്യോമാക്രമണത്തെ ശക്തമായി അപലപിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് നാറ്റോ സൈനിക മേധാവികൾ അവർക്ക് തെറ്റിയ അബദ്ധത്തിൽ ഖേദം പ്രകടിപ്പിച്ചു. പിന്നീട് അവർ പറഞ്ഞു അവരുപയോഗിച്ച സൈനിക ഭൂപടം കാലഹരണപ്പെട്ടതായിരുന്നു. എന്ന് വെച്ചാൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ളതല്ല, പഴയ മാപ്പായിരുന്നു. അപ്പോൾ പഴയ മാപ്പിൽ ഇങ്ങനെ ആയിരുന്നില്ല, അവിടെ ഇതുപോലുള്ളൊരു നയതന്ത്ര കാര്യാലയം പ്രവർത്തിക്കുന്നതായിട്ട് അവർക്ക് അറിവില്ല. അപ്പോൾ കാലാനുസൃതമായി പരിഷ്കരിക്കപ്പെടാത്ത ഒരു ഭൂപടം ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടായിട്ടുള്ള അപകടമായിരുന്നു അത്. അപ്പോൾ നമ്മൾ ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മൾ കാലാനുസൃതമല്ലാത്ത ഒരു മാപ്പ്, അപ്ഡേറ്റ് ചെയ്യപ്പെടാത്ത ഒരു മാപ്പ് ഉപയോഗിച്ചാൽ അത് എത്രമാത്രം അപകടമാണെന്ന് നമുക്കിപ്പോൾ ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കണം. അപ്പോൾ കാലഹരണപ്പെട്ട അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടാത്ത മാപ്പ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല ഒരു കൺട്രിയിൽ. Are maps used for military purposes the same as the one we use for study purposes? അത് മിലിറ്ററി പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണോ നമ്മൾ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്? അല്ല. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാപ്സ് ആർ യൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ്. വിവിധ തരം മാപ്പുകൾ പലതരം ഉപയോഗങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഒരേ ഉപയോഗത്തിനല്ല എല്ലാ മാപ്പും യൂസ് ചെയ്യുന്നത്. അപ്പം അതിനെക്കുറിച്ച് കാണിക്കുന്നൊരു നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഫ്യൂ ഓഫ് ദം ആർ ഗിവൺ ബിൽ. പൊളിറ്റിക്കൽ മാപ്പ് കൊടുത്തിട്ടുണ്ട്, മിലിറ്ററി മാപ്പ്, ഹിസ്റ്റോറിക്കൽ മാപ്പ്, അസ്ട്രോണമിക്കൽ മാപ്പ്, ലാൻഡ് യൂസ് മാപ്പ്, വെതർ മാപ്പ്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാപ്പ് ഉണ്ട്. വെതർ മാപ്പ്, ലാൻഡ് യൂസ്, അസ്ട്രോണമിക്കൽ, ഹിസ്റ്റോറിക്കൽ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും യൂസ് എന്താണെന്ന് നമുക്കിനി പഠിക്കാം. അതായത് രാഷ്ട്രീയ ഭൂപടം, സൈനിക ഭൂപടം, ചരിത്ര ഭൂപടം, ജ്യോതിശാസ്ത്ര ഭൂപടം, അതുപോലെ തന്നെ ഭൂവിനിയോഗ ഭൂപടം, പിന്നീട് ദിനാവസ്ഥ ഭൂപടം. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും യൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ലാൻഡ് യൂസ് മാപ്പ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദി ലാൻഡ് യൂസ്, ഭൂവിനിയോഗത്തിന് വേണ്ടിയിട്ടാണ് ലാൻഡ് യൂസ് മാപ്പ് ഉപയോഗിക്കുന്നത്. അസ്ട്രോണമിക്കൽ മാപ്പ് എന്ന് വെച്ചാൽ ജ്യോതിശാസ്ത്ര ഭൂപടം, ദ സ്റ്റഡി ഓഫ് ദി സെലസ്റ്റിയൽ ബോഡീസ്. വെതർ മാപ്പ്, മീറ്റിയോളജിക്കൽ സ്റ്റഡീസ്. ദിനാവസ്ഥ ഭൂപടം എന്ന് പറയുന്നത് ദിനാവസ്ഥ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ദിനാവസ്ഥ ഭൂപടം നമ്മൾ യൂസ് ചെയ്യുന്നത്. പൊളിറ്റിക്കൽ മാപ്സ്, അണ്ടർസ്റ്റാൻഡിങ് ദ പൊളിറ്റിക്കൽ ബൗണ്ടറീസ്. ഹിസ്റ്റോറിക്കൽ മാപ്സ് യൂസ്ഡ് ഫോർ ദ സ്റ്റഡി ഓഫ് ദി ഹിസ്റ്ററി. ചരിത്ര പഠനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചരിത്ര മാപ്പുകളൊക്കെ യൂസ് ചെയ്യുന്നത്. ചരിത്ര ഭൂപടം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ മാപ്പിനും വ്യത്യസ്ത മാപ്പുകൾക്ക് വ്യത്യസ്ത ഉപയോഗമാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ എല്ലാ മാപ്പും നമ്മൾ ഒരേ കാര്യത്തിന് വേണ്ടിയിട്ടല്ല യൂസ് ചെയ്യുന്നത്, അല്ലേ? അപ്പം എന്താണ് ദിനാവസ്ഥ ഭൂപടം എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കാലാവസ്ഥ പഠനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? സൈനിക ഭൂപടമാണ് ഉപയോഗിക്കുന്നത്. പിന്നീട് രാജ്യാതിർത്തികൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഭൂപടമാണ്? രാജ്യത്തിൻ്റെ അതിർത്തി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ ഭൂപടം, പൊളിറ്റിക്കൽ മാപ്പ്. അങ്ങനെ ഓരോന്നിനും ഓരോ യൂസ് ആണെന്ന് മനസ്സിലായല്ലോ. പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് മാപ്സ് ഫെമിലിയർ ടു യു. നിങ്ങൾക്ക് പരിചയമുള്ള 2 മാപ്പുകളുടെ പേരുകൾ പറയാൻ പറഞ്ഞിരിക്കുന്നു. ലിസ്റ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് ആണ് വേൾഡ് പൊളിറ്റിക്കൽ മാപ്പ് കൊടുത്തിട്ടുണ്ട്, അല്ലേ? ലോക രാഷ്ട്രീയ ഭൂപടം. അതുപോലെ തന്നെ ഫിസിക്കൽ മാപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സാധാരണ ക്ലാസ്സിൽ എപ്പോഴും കൊണ്ടുവരുന്നതാണ്, അല്ലേ? ആ മാപ്പുകളൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. ദെൻ കമ്പയർ ദി ഗിവൺ മാപ്പ് ഓഫ് കേരള. കേരളത്തിൻ്റെ 2 മാപ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കമ്പയർ ചെയ്യുക, താരതമ്യം ചെയ്യുക. ആർ ദ ഇൻഫർമേഷൻ ഇൻക്ലൂഡഡ് ഇൻ ദി ബോത്ത് മാപ്പ് ദി സെയിം. 2 മാപ്പിൽ ഒരേ കാര്യങ്ങളാണോ കൊടുത്തിരിക്കുന്നത്? ആദ്യത്തെ മാപ്പ് നോക്കുക, കേരള സോയിൽസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് മാപ്പ് എയിൽ. കേരള ഫിസിയോഗ്രഫിയാണ് മാപ്പ് ബിയിൽ കൊടുത്തിരിക്കുന്നത്. രണ്ടിലും ഒരേ കാര്യങ്ങളല്ല കൊടുത്തിരിക്കുന്നത്. ഒന്നിൽ മണ്ണിനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്, അപ്പുറത്തേതിൽ ഭൂപ്രകൃതിയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഭൂപടം എയിൽ കേരളത്തിൻ്റെ മണ്ണിനങ്ങളും ഭൂപടം ബിയിൽ ഭൂപ്രകൃതിയുമാണ് കൊടുത്തിരിക്കുന്നത്, അല്ലേ? കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗങ്ങളും മണ്ണിനങ്ങളും ഇത് രണ്ടും കൂടി ഒരേ ഭൂപടത്തിൽ തന്നെ ചിത്രീകരിച്ചാൽ
ശരിയാവുമോ? ഇല്ല. ഒരേ ഭൂപടത്തിൽ തന്നെ ചിത്രീകരിച്ചാൽ ശരിയാവില്ല. നമുക്ക് കൺഫ്യൂഷനാവും പഠിക്കാൻ നേരത്തും അതിനെക്കുറിച്ച് അത് കാണാൻ നേരത്തും ഇതേതാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഭൂപടങ്ങൾ തയ്യാറാക്കുന്നത്. Including different information in the same map will create confusion in reading it. That is why different information are plotted in different maps. Maps depicting specific themes are known as thematic maps. എന്താണ് thematic map എന്ന് ചോദിക്കും. വാട്ട് ഈസ് thematic maps? അപ്പം പ്രത്യേകമായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെയാണ് നമ്മൾ തീമാറ്റിക് മാപ്പ് അല്ലെങ്കിൽ തീമാറ്റിക് ഭൂപടങ്ങളെന്ന് വിളിക്കുന്നത്. ഇനി ഭൂപടങ്ങളെ നമുക്ക് വ്യത്യസ്തമായിട്ട് തരംതിരിക്കാം. Let us classify the maps. Recorded details of natural as well as man-made features on the earth are subjected to different types of observation and analysis. Maps are the most relevant tool for recording information for the same. അപ്പോൾ നമുക്ക് മാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ വിവിധ സവിശേഷതകളെ പലതരം നിരീക്ഷണങ്ങൾക്കും പിന്നീടുള്ള വിശകലനങ്ങൾക്കുമായി രേഖപ്പെടുത്തി നമ്മൾ സൂക്ഷിക്കാറുണ്ട്. ഇങ്ങനെ വിവരങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിനുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയാണ് ഭൂപടങ്ങളെന്ന് പറയുന്നത്. ഭൂപടങ്ങളെ നമ്മൾ വർഗീകരിക്കുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് മാപ്സ് ബേസ്ഡ് ഓൺ ദി ഫങ്ഷൻസ്. അപ്പോൾ ഫങ്ഷൻസിനെ അടിസ്ഥാനപ്പെടുത്തി മാപ്പിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ഫിസിക്കൽ മാപ്പും മറ്റേത് കൾച്ചറൽ മാപ്പ് എന്ന് പറയും. ഫിസിക്കൽ മാപ്പ് എന്ന് പറഞ്ഞാൽ ഭൗതിക ഭൂപടം, കൾച്ചറൽ മാപ്പ് എന്ന് പറഞ്ഞാൽ സാംസ്കാരിക ഭൂപടം. എന്താണ് ഫിസിക്കൽ മാപ്പ് എന്ന് ചോദിച്ചാൽ maps representing natural features such as physiography, climate, etc. are called physical maps. അപ്പോൾ ഫിസിക്കൽ മാപ്സ് എന്ന് പറയുന്നത് ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങളെന്ന് പറയുന്നത്. ഇനി കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തികൾ മുതലായവ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് സാംസ്കാരിക ഭൂപടങ്ങളെന്ന് പറയുന്നത്. മാപ്സ് റെപ്രസെൻറ്റിംഗ് both man-made features such as agriculture, industry and political boundaries are called cultural maps. അപ്പോൾ പ്രകൃതിദത്ത സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടമാണ് ഭൗതിക ഭൂപടം എന്ന് പറയുന്നത്. പിന്നീട് മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടമാണ് സാംസ്കാരിക ഭൂപടങ്ങളെന്ന് പറയുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതി നിങ്ങൾ പഠിക്കണം. Next is complete the flow chart by classifying the below mentioned maps used based on function. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിൽ മാപ്പിനെ നമ്മൾ തരംതിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഭൂപടങ്ങളെ അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിട്ട് ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാനായിട്ടുള്ള ഒരു വർക്കാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന മാപ്പ് പൊളിറ്റിക്കൽ മാപ്പ്, സോയിൽ മാപ്പ്, ക്ലൈമാറ്റിക് മാപ്പ്, അസ്ട്രോണമിക്കൽ മാപ്പ്, വെതർ മാപ്പ്, ഫിസിയോഗ്രഫി മാപ്പ്, അഗ്രികൾച്ചറൽ മാപ്പ്, ഇൻഡസ്ട്രിയൽ മാപ്പ്, നാച്ചുറൽ വെജിറ്റേഷൻ, മിലിറ്ററി മാപ്പ്, ലാൻഡ് യൂസ് മാപ്പ്, ഹിസ്റ്റോറിക്കൽ മാപ്പാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളത് ഈ കാണുന്നത് പോലെ കറക്റ്റായിട്ട് നമ്മളത് ഫിസിക്കൽ ഏതാണ് കൾച്ചറൽ ഏതാണെന്ന് തരംതിരിച്ച് എഴുതണം. ഇപ്പോൾ ഈ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നില്ലേ, അതുപോലെ തന്നെ നമ്മൾ തരംതിരിച്ച് എഴുതണം. അപ്പോൾ അതിൽ ഫിസിക്കൽ മാപ്പ് എന്ന് പറയുന്നതിൽ സോയിൽ മാപ്പ്, ക്ലൈമാറ്റിക് മാപ്പ്, അസ്ട്രോണമിക്കൽ, വെതർ മാപ്പ്, ഫിസിയോഗ്രഫി മാപ്പ്, നാച്ചുറൽ വെജിറ്റേഷൻ. കൾച്ചറലിൽ വരുന്നത് പൊളിറ്റിക്കൽ മാപ്പ്, അഗ്രികൾച്ചറൽ, ഇൻഡസ്ട്രിയൽ, മിലിറ്ററി, ലാൻഡ് യൂസ്, ഹിസ്റ്റോറിക്കൽ മാപ്പ്. അപ്പോൾ ഫിസിക്കൽ മാപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് പഠിക്കണം അല്ലേ. ഫിസിക്കൽ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ മാപ്സ് റെപ്രസെൻറ്റിംഗ് ഫീച്ചേഴ്സ് സച്ച് ആസ് ഫിസിയോഗ്രഫി, ക്ലൈമറ്റ് ആർ കോൾഡ് ഫിസിക്കൽ മാപ്സ്. പിന്നെ കൾച്ചറൽ മാപ്പ് എന്ന് പറയുന്നത് മാപ്പ് റെപ്രസെൻറ്റിംഗ് മാൻമെയ്ഡ് ഫീച്ചേഴ്സ് സച്ച് ആസ് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, പൊളിറ്റിക്കൽ ബൗണ്ടറീസ് ആർ കോൾഡ് കൾച്ചറൽ മാപ്പ്. അപ്പോൾ അത് രണ്ടിൻ്റെയും അടിസ്ഥാനത്തിൽ വരുന്ന ഏതാണെന്ന് നോക്കിയിട്ട് നമ്മൾ തരംതിരിച്ച് ഇതുപോലെ എഴുതി പഠിക്കേണ്ടതാണ്. അത് എക്സാമിന് വരുന്നതാണ്. അപ്പോൾ ഫിസിക്കൽ മാപ്പ് എന്ന് പറയുന്നത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ അതിനെന്താണ് ഭൗതിക ഭൂപടങ്ങൾ, ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകളാണ്. പിന്നീട് സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് വെച്ചാൽ കൃഷി, വ്യവസായം, രാഷ്ട്രീയം, അതിർത്തികൾ മുതലായ മനുഷ്യ നിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടമാണ്. ഇതുപോലെ 2 കോളമായിട്ട് നിങ്ങളത് എഴുതി പഠിക്കണം. അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഫിസിക്കൽ മാപ്പ് എന്ന് പറയുമ്പോൾ മണ്ണിൻ്റെ മാപ്പ്, പിന്നെ കാലാവസ്ഥയുടെ മാപ്പ്, പിന്നെ ഫിസിയോഗ്രഫി, പിന്നെ നൈസർഗിക സസ്യജാലങ്ങൾ, നാച്ചുറൽ വെജിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ്. കൾച്ചറൽ മാപ്പിൻ്റെ അകത്ത് കൃഷിസ്ഥലങ്ങൾ, മിലിറ്ററി മാപ്പ്, പിന്നീട് ഭൂവിനിയോഗത്തിനുള്ള മാപ്പ്, ചരിത്രപരമായ മാപ്പുകൾ, രാഷ്ട്രീയപരമായിട്ടുള്ള ഭൂപടങ്ങൾ, അങ്ങനെയാണ് കൾച്ചറൽ മാപ്പിൽ
വരുന്നത്. അപ്പോൾ അത് രണ്ടും നിങ്ങൾ കൃത്യമായിട്ട് നോക്കി പഠിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മാപ്സ് ബേസ്ഡ് ഓൺ ദ സ്കെയിലാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത്രയും നിങ്ങൾ നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.